എന്നാണ് സാജിദ് അജ്മൽ കൂടിയാണോടൊപ്പം. സാജിദ്, ഈ LDFന്റെ കണക്കുകൂട്ടൽ അവർ വിജയിക്കുമെന്ന് അവരൊരു പരിധിയിൽ കവിഞ്ഞ് വിശ്വസിച്ചിരുന്നുവെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രിയുടെ അടക്കം ഏറ്റവും അവസാനത്തെ പ്രതികരണം കണ്ടാൽ വിജയം അവരങ്ങനെ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് സംശയം. പക്ഷേ ഇത്ര വലിയൊരു പരാജയം എന്ന് വെച്ചാൽ PV അൻവർ സമാഹരിക്കുന്ന 20,000-ഓളം വോട്ടുകൾ, അപ്പുറത്തുള്ള 11,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം, അപ്പോൾ ഒരു 10-30,000 വോട്ടിൻ്റെ ഒരു ഡിഫറൻസിൽ തോറ്റുപോവുക എന്നത്, അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധമായി 10-30,000-ഓളം വോട്ടുകൾ പോൾ ചെയ്യപ്പെടുക, അങ്ങനെ ഒരു ആഘാതം ഉണ്ടാവുക എന്നതിനെ തടയാനുള്ള പരിശ്രമങ്ങൾ പരമാവധിയിലേക്ക് അവർ പോയിട്ടുണ്ടല്ലോ. പക്ഷേ ഈ പറയുന്ന അവരുടെ സ്വന്തം തട്ടകങ്ങളിൽ അല്ലെങ്കിൽ വലിയ തോതിൽ പരിക്കുകൾ ഇല്ലാതാക്കി കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് സ്ട്രോങ് ഹോൾഡ് ഏരിയാസിലെല്ലാം വീണുപോകുന്നതോ ദുർബലപ്പെടുന്നതായിട്ടുള്ള കാഴ്ച നാം കാണുകയാണ്. എന്ന് വെച്ചാൽ UDFന്റെ കണക്കുകൂട്ടലുകളിൽ വിജയിച്ചതിനെ കുറിച്ച് അസ്ലം പറയുമ്പോൾ LDFന്റെ തെരഞ്ഞെടുപ്പ് കണക്കുകൂട്ടലിൽ അമ്പേ പാളിപ്പോയി പലയിടത്തും എന്ന് കാണാമോ? നിഷാദ്, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾക്കും ഇവിടെ വിജയം അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം അറിയാം. എങ്കിലും ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാം എന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു. ഇതിന് കാരണം ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് പല ഭാഗത്തേക്കായി ചിഹ്ന ഭിന്നമായി പോകുമെന്നുള്ളതാണ്. അത് അൻവറിലേക്ക് വലിയ തോതിൽ പോവുകയും അങ്ങനെ UDFന് ലഭിക്കേണ്ട വോട്ടുകൾ അൻവറിന് ലഭിക്കുകയാണെങ്കിൽ അത് ഒരു നേരിയ ഭൂരിപക്ഷത്തിന് സ്വരാജിന് വിജയിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ സാധാരണ പ്രവർത്തകർ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടെ ഈ മേൽവിലാസത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് വെച്ചിരുന്നത്. നമുക്കറിയാം, ഇന്ന് വോട്ട് എണ്ണുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും ഈ സ്വരാജ് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ സാധാരണ ഈ മറിഞ്ഞ് വരാറുണ്ട്. പക്ഷേ ഈ പോസ്റ്റിലോട്ട് മുതൽ അവസാനം 19ാം റൗണ്ട് വരെ ഒരു ഘട്ടത്തിൽ പോലും സ്വരാജ് മുന്നിലെന്ന് നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ ഒരു അവസരം ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഈ പോത്തുകല്ല് കഴിയുന്നതോടുകൂടി ഒരു നേരിയ ഭൂരിപക്ഷമെങ്കിലും ഉണ്ടാകുമെന്നവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് അമ്പേ പരാജയപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇതിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് ഇന്ന് പൂർണ്ണമായി വ്യക്തമായി. ഈ പൊതുവെ നേതാക്കളെല്ലാം തന്നെ പറഞ്ഞിരുന്നത് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ടോ ഇല്ലേ എന്നല്ല, പക്ഷെ ആളുകൾ അത് കൃത്യമായി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് മലയോര മേഖലയാണ്, അവിടെ വന്യജീവി പ്രശ്നങ്ങൾ അതിരൂക്ഷമായി ഉണ്ട്. അത് ഈ പലപ്പോഴും അൻവർ പറയുന്നത് പോലെ ഈ ജാതി മതങ്ങൾക്കപ്പുറം വീടിന് പുറകിൽ ആന വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം, ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് ഷോക്കേറ്റ് ഒരു യുവാവ് മരിക്കുന്ന സംഭവം ഉണ്ടായത്. ഇതെല്ലാം തന്നെ കൃത്യമായി ഈ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് പലപ്പോഴും ഉണ്ടായത്. ഒരു വെൽഫെയർ പാർട്ടി എന്ന പാർട്ടി ഒരു നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് മാറ്റി. ഇതിലൂടെ CPM ലക്ഷ്യം വെച്ചിരുന്നത് ഈ ജമാഅത്ത് വിരുദ്ധ വോട്ടുകൾ, അത് മുസ്ലിം ഈ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ മറ്റ് സംഘടനകളുടെ വോട്ട് തങ്ങൾക്ക് ലഭിക്കും, അതോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പരീക്ഷണം പാളിപ്പോയി. ഇനി ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇതേ പരീക്ഷണവുമായി തന്നെയാണ് പോവുക, അതോ നിലമ്പൂർ അവരൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് പ്രചരണം മാറ്റുമോ എന്നുള്ളതും വളരെ പ്രധാനമാണ്. പിന്നീട് സ്വരാജിന്റെ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നിരവധി സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ എല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ ഒരു സംഗമം തന്നെ നടന്നിരുന്നു. പക്ഷെ അത് സാധാരണക്കാരായ ആളുകൾക്ക് അത്തരം പ്രവർത്തനങ്ങൾക്കപ്പുറം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ പോലും വിള്ളലുണ്ടായി എന്നുള്ളതാണ് അവരെ അമ്പരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അവിടെ വലിയ വികസന നേട്ടങ്ങളെല്ലാം പറയുന്നു. ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ വിലയിരുത്തലിനോടൊപ്പം തന്നെ ഈ നിലമ്പൂർ നഗരസഭയുടെ ഒരു വിലയിരുത്തൽ കൂടി ആണ് എന്ന് പറയാം. കാരണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. UDF പോലും പ്രതീക്ഷിക്കാത്ത ഏതാണ്ട് 4000-ഓളം വോട്ടിന്റെ ലീഡ്, 3900-ലധികം വോട്ടിന്റെ ലീഡ് UDFന് നിലമ്പൂർ നഗരസഭയിൽ മാത്രം ലഭിക്കുന്നു. അതായത് അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ ചോർന്നു പോയി എന്ന് തന്നെ പറയാം. ഈ പിണറായി വിജയൻ
ഇന്ത്യൻ സർക്കാരിന്റെ ഒരു മൂന്നാം സർക്കാർ എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ വിജയം നേടുകയാണെങ്കിൽ അത് വളരെ എളുപ്പമായിരുന്നു, നിലമ്പൂരിലൂടെ വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയും എന്നാണ്. അത് ഈ സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്ന് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞതാണ്. പക്ഷേ അത് ഈ ഘട്ടത്തിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത്